செய்தி. ஹல்லேலூயா. ஆமென். மகள் சக்தி நீயே நாதா அந்தி உள்ள மகள் சக்தி நீயே. ഓ നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്ന അമോട് സ്തുതി പാടിടുന്നേ ദേവ സന്ന. ഹല്ലേലൂയ. ഇവിടെ സ്തുതി പാടിടുന്നേ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്ന അമോട് സ്തുതി പാടിടുന്നേ ദേവ സന്ന. ഹല്ലേലൂയ. അമോട് സ്തുതി പാടിടുന്നേ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. സ്നേഹം മാധുര്യം അതു അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹം മാധുര്യം അതു അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ വാഴ്ത്തുന്നേ. ഹല്ലേലൂയ. വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. സ്നേഹം മാധുര്യം അതു അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹം മാധുര്യം അതു അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ, നമുക്ക് രണ്ട് കാര്യത്തിൽ നിന്നും ഒരിക്കലും ഒളിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്. വചനം പറയുന്നത് നമ്മൾ പാതാളത്തിലായിരുന്നാൽ അവിടെയും നിന്റെ സാന്നിധ്യമുണ്ടല്ലോ. ദാവീദ് പറഞ്ഞ വാക്കുകളാണ് ഞാനീ പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹിസ് മേഴ്സി
ആൻഡ് ഗുഡ്നസ്. നമ്മൾ എവിടെ പോയിരുന്നാലും അവൻ്റെ കരുണ നമ്മളെ തേടി വരുന്ന ഒരു കാര്യമാണെന്ന് ആ വചനം എഴുതിയിരിക്കുന്ന ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ when we are disturbed in many things, when we are not finding satisfaction in many things, when we feel like we are lost, when we feel like, oh God, why can't I feel your presence? ഈ വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും, ഈ വചനങ്ങളാൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഫൗണ്ടേഷനായിട്ട് ഏറ്റവും കോറായിട്ട് നമ്മൾ നോക്കേണ്ടത് എക്സ്പീരിയൻസസ് അല്ല, ഇറ്റ്സ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മുടെ ബേസ് വേർഡ് ഓഫ് ഗോഡ് ആണെങ്കിൽ മറ്റ് എല്ലാം വി ഷുഡ് ബിൽഡ് ഓവർ ഇറ്റ്. എക്സ്പീരിയൻസസും എല്ലാ കൃപാവരങ്ങളും എല്ലാം വചനത്തിന്റെ മേലെ നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയാൽ we will not be shaken. At times we might feel, oh Lord, have you forsaken me? Oh Lord, are you not seeing my trouble? Oh Lord, are you not understanding what we are going through? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ പരീക്ഷണങ്ങളിലൂടെയും എൻ്റെ കർത്താവ് കടന്നു പോയിട്ടുണ്ടെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സമയം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവം മുമ്പാകെ ഒന്ന് സമർപ്പിക്കാവോ? നമ്മൾ ആരാധിക്കുമ്പോൾ ഇനി നാളെ ഒരു ദിവസം ഉണ്ടോ എന്ന അറിവ് നമുക്കില്ല ദൈവമക്കളെ. ഈ കഴിഞ്ഞ ദിവസം മഹാഗണി ബീച്ചിൽ നടന്ന ആക്സിഡന്റ് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. 2 ചെറുപ്പക്കാർ, 20 വയസ്സുള്ള ചെറുപ്പക്കാർ. അതിൽ ഒരു പയ്യൻ എന്ന് പറയുന്നത് ഹീസ് എ വെരി പവർഫുൾ മിനിസ്റ്റർ ഓഫ് ഗോഡ്, ഹീസ് എ വർഷിപ്പ് ലീഡർ. One fine day, next day he is not there in this world, but I can testify seeing his worship that he is with the Lord. കാര്യം അവൻ ആ മിനിസ്ട്രിയിൽ നിന്ന് ആരാധിക്കുന്ന he was a boy who is having little challenges with his body. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ നിന്ന് മതിമറന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്റ്റേജിൽ. He goes to Tehila ministry. അതിൻ്റെ അകത്ത് അവിടെ വെച്ച് കണ്ട് പരിചയമുള്ള ആണ് ആ പയ്യനെ. So I just want to encourage whoever is here. We don't know if we have a tomorrow, my dear friends. We don't know if we have the next hour. But the hour that God have given to you and me is the hour to worship Him, to praise Him, to rejoice in Him, to find rest in Him. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ നാളെ ഒരു ദിവസം ഉണ്ട് എന്ന് വിചാരിച്ച് നാളെ ആരാധിക്കാന്നല്ല, ഇന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്നുള്ള ബലത്തോടെ ഉറപ്പോടെ നമുക്ക് പാടി, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടി അവനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ശക്തിയോടെ ആരാധിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഓ ശകരം ഝകരം ധകരം ഝകരാജകം. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. ഓ ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്. വാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ.
വാഴ്ത്തിയിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ വല്ലഭനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഒമേഗ അവൻ ആദ്യൻ നന്ദ്യൻ
അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ എന്നും അവന്, അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന്, അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന്, അവൻ നല്ലവനല്ലോ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന്, അവൻ നല്ലവനല്ലോ Hallelujah, 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 oh hallelujah, hallelujah, hallelujah. അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞിട്ടുള്ളവര്, അവൻ നല്ലവനെന്ന് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടുള്ളവര് തന്റെ കരങ്ങളെ തട്ടി അവന്റെ നാമത്തിന് മഹത്വം നൽകിയാട്ടെ. അവൻ നമ്മുടെ ജീവിതത്തിൽ ആദ്യൻ, അവൻ നമ്മുടെ ജീവിതത്തിൽ അന്ത്യൻ. അവനൊരു വാക്കു പറഞ്ഞാൽ അത് മാറുകയില്ല. അവന്റെ കരുണ നമ്മളെ തേടി വരുന്ന കരുണ, അവന്റെ ദയ നമ്മളെ തേടി വരുന്നത്. ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവ സാന്നിധ്യത്തോട് നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. യേശുവിന്റെ നാമത്തിൽ രോഗാത്മ ശക്തികളെ ഞങ്ങൾ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ സകല തന്ത്രത്തെയും ആരാധനയെ തടസ്സപ്പെടുത്തുന്ന, ആരാധിക്കുവാൻ സമ്മതിക്കത്തില്ലെന്ന് ശത്രുവാദിക്കുന്ന ഇന്നിവിടെ ദൈവാത്മാവില് ശക്തമായി ഞാൻ ഈ സഭയോട് ദൂത് പറയുക. നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ടിൽ നിന്ന് ആരാധിക്കുവാൻ സമ്മതിക്കത്തില്ലെന്ന് ശത്രു പറയുമ്പോൾ എന്റെ ക്രിസ്തു ക്രൂശിൽ കടന്നു പറയുന്നു, ഞാൻ സകലത്തെ ജയിച്ചവൻ. അവന്റെ ദയ, അവന്റെ ദയ, അവന്റെ കരുണ അത് നമ്മളെ തേടി വരുന്നത്, നമ്മൾ തേടി പോകുന്നതല്ല, അത് നമ്മളെ തേടി വരുന്നത്. അല്പസമയം കൂടെ ആരാധിച്ചാട്ടെ. ജനം ഒരുമിച്ച് അല്പസമയം കൂടെ ആരാധിച്ചാട്ടെ.
ചില കെട്ടുകളെല്ലാം ഇവിടെ ഇന്ന് അഴിയട്ടെ. ചില കെട്ടുകളെല്ലാം ഇവിടെ അഴിയട്ടെ. ചില ബന്ധനങ്ങളെല്ലാം ഇന്നിവിടെ അഴിയട്ടെ. ഓ ഉടവരവ ശതുരകസ്യാരവ. ചില ബന്ധനങ്ങൾ ഇന്നിവിടെ അഴിയട്ടെ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹം തുറന്നതുപോലെ ഇന്ന് കാരാഗ്രഹത്തിന്റെ ചില അവസ്ഥകളെ ദൈവം തുറക്കുകയാണ്. ഒരിക്കലും നടക്കുകയില്ലെന്ന്, ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന് നമ്മൾ വിധി എഴുതുന്നതിന് ഇന്ന് ദൈവം മാറ്റി എഴുതുകയാണ്. ഇന്നിവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തോട് പ്രതികരിച്ചു തുടങ്ങിയാതെ യോഗാത്മശക്തികളുടെ മേലെ ജയമെടുക്കുന്നു. സഭയെ മുന്നോട്ട് വിടത്തില്ലെന്ന് ശത്രു വാദിക്കുന്ന സകല വാദത്തിന്റെ മേലെയും ഇന്ന് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ